നാടുകാണി ചുരത്തിൽ പോത്തിന്റെ ജഡം തള്ളാൻ ശ്രമിച്ചത് നാട്ടുകാരും പോലീസും ഇടപെട്ട് തടഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 10:30-യോടെയാണ് സംഭവം നടക്കുന്നത്. ആനമറി വനം ചെക്ക് പോസ്റ്റ് ജീവനക്കാർ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ചത്ത പോത്തുമായി എത്തിയ കർണാടക രജിസ്ട്രേഷൻ ലോറി പിടികൂടുന്നത്. തുടർന്ന് വഴിക്കടവ് പോലീസിൽ വിവരമറിയിക്കുകയും പിന്നാലെ വഴിക്കടവ് SI OK വേണുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി ലോറിയിലുണ്ടായിരുന്നവരുമായി സംസാരിക്കുകയും ചെയ്തു. ലോറിയിലുണ്ടായിരുന്നവർ പറഞ്ഞത് പോത്തിന്റെ ജഡം മറവ് ചെയ്യാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ്. എന്നാൽ ജഡം ചുരത്തിൽ തള്ളാനായി കൊണ്ടുവന്നതാണെന്ന സംശയം തോന്നിയതിനാൽ നാട്ടുകാരും ഇടപെടുകയായിരുന്നു. ഇതോടെ ലോറി വനം ചെക്ക് പോസ്റ്റിൽ തടഞ്ഞുവെച്ചു. പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ മുണ്ടയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പോത്തിന്റെ ജഡം JCB ഉപയോഗിച്ച് കുഴിച്ചിടുകയായിരുന്നു. തുടർന്ന് വാഹനം വിട്ടുകൊടുക്കുകയും ചെയ്തു. കാവനൂർ കാലിച്ചന്തയിൽ പോയിട്ട് കർണാടകയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ കർണാടകയിൽ നിന്നും അറവുമാടുകളെ കാവനൂർ ചന്തയിലേക്ക് എത്തിക്കുന്നത് താമരശ്ശേരി ചുരം വഴിയാണ്. സംഘത്തിന്റെ ലക്ഷ്യം ചുരത്തിൽ ജഡം തള്ളി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനു മുമ്പ് നിരവധി തവണയായിട്ട് നാടുകാണി ചുരത്തിൽ പോത്തുകളുടെ ജഡം തള്ളിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന കർശനമാക്കി തുടങ്ങിയത്. വഴിക്കടവ് പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ ജനങ്ങളും ഉപയോഗിക്കുന്നത് നാടുകാണി ചുരത്തിലെ ചോലകളിൽ നിന്നുള്ള വെള്ളമാണ്.